ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ ദേവയാനി നമ്മുടെ നയനയെ വഴക്ക് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ദേവയാനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ നയന പറയുകയാണ് അത് നല്ലൊരു ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അതിനൊരു ചാൻസും ഇല്ല. ഇപ്പോൾ കൂടി അമ്മ പറഞ്ഞതേ ഉള്ളൂ എന്നെ സഹായിച്ച പെൺകുട്ടിയെ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ അമ്മ മുത്തശ്ശി പറയുകയാണ് എന്നാൽ പിന്നെ മോൾക്ക് ഇങ്ങ് പറഞ്ഞുവിടായിരുന്നോ ഞാനാ സഹായിച്ചത് എന്ന്. അതെങ്ങനെ മുത്തശ്ശി ഞാൻ അങ്ങനെ പറയുന്നത്? ആദർശേട്ടനും അച്ഛനും ഒക്കെ എന്നോട് പിന്നെ ദേഷ്യം വന്നെങ്കിലോ? അതന്നെയല്ലേ വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് പലർക്കും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണെ അത് ശരിയാ. അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് നയന പോവുകയാണെ ഞാൻ കോലം വരയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നയന കോലം വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ നയനെ കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മരുമകൾ സൂപ്പറാണ്, എനിക്ക് ഭാഗ്യം ചെയ്തവളാണ് എൻ്റെ മരുമകൾ. അവൾ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കോലമൊക്കെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് ഈ ഒരു ഐശ്വര്യം കാണാനായിട്ട് സാധിച്ചില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നയന ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചോദിക്കും അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുവേ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറയൂ കേട്ടോ. എന്നിട്ട് നയനയായിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് മോള് കോലമൊക്കെ വരയ്ക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നയന് ചോദിക്കുവേ അതിപ്പോഴാണോ മനസ്സിലാക്കി തുടങ്ങിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പം ദേവേനെ പറയുന്നുണ്ട് ഇല്ല, കുറച്ച് നാളുകളായി മോളെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ദേവയാനി പറയുകയാണ് നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ, അപ്പോൾ നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇപ്പോഴോ ഒന്നിച്ചോ എന്നിങ്ങനെ നയനെ ചോദിക്കുവേ. അത് കുഴപ്പമില്ല, നമുക്ക് രണ്ടാളും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണ്ട, ഞാൻ വഴിയിൽ കാത്തു നിൽക്കാം, മോള് പുറകെ വന്നാൽ മതി എന്ന് പറയും കേട്ടോ. ദേ മുത്തശ്ശി ഇപ്പോൾ രാവിലെ എൻ്റെ തല തോർത്തി തരുന്ന കണ്ടിട്ട് പിടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്നിച്ച് നടക്കാനും കൂടെ പോയി കഴിഞ്ഞാൽ പിടിച്ചത് തന്നെ ഇങ്ങനെ നയന് പറയുവേ. അന്നേരം ദേവയാനി പറയും അതൊന്നും കുഴപ്പമില്ല, ആദർശ് ഇനി പോകുമെന്ന് തോന്നുന്നില്ല. ആദർശ് അന്നത്തേക്കും നയന് പറയും ആദർശേട്ടൻ പോകാനാണെങ്കിൽ ഇപ്പോൾ എണീച്ച് പോകേണ്ടതായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം നമുക്ക് ദേവേനെ പറയുകയാണെ നമുക്ക് ഗ്രൗണ്ടിൽ നടക്കാൻ പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും കൂടെ നിന്ന് ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കള്ളക്കളി വേണ്ടായിരുന്നല്ലേ എന്ന് പറയും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് എല്ലാം അമ്മ കാരണമല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ദേവേന് പറയുന്നുണ്ട് കുഴപ്പമില്ല, നമുക്ക് എല്ലാം ശരിയാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നയന പതിയെ നമ്മുടെ വാതിലൊക്കെ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് നല്ല ഉറക്കമാണ്, ഉണർത്താതിരിക്കണം. അപ്പോൾ നേരെ വന്ന ആദർശിൻ്റെ മുഖത്ത് നിന്നൊക്കെ നോക്കിയിട്ടാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അലമാരി തുറന്ന് നമ്മുടെ പാൻറ്റും ടീഷർട്ടും സ്പോർട്സിനുള്ള ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് പതിയെ തിരിച്ച് വന്നിട്ട് ആദർശിൻ്റെ മുഖത്ത് വീണ്ടും നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് എൻ്റെ ഹസ്ബൻഡ് ആദർശേട്ടൻ കിടന്ന് സുഖമായിട്ട് ഇറങ്ങിക്കോ, ഞാനും എൻ്റെ അമ്മയമ്മയും കൂടെ ഞങ്ങളൊന്ന് ഓടിയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പതിയെ വാതിൽ തുറന്നിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ദേവയാനിയും നയനയും കൂടെ നമ്മുടെ റോഡിൽ കൂടെ ഓടി വരുന്നതാണ് കേട്ടോ. അതിനുശേഷം അവരിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് നയന ഇങ്ങനെ പറയുന്നുണ്ട് ആദർശേട്ടന് എന്താണെങ്കിലും നമ്മളെ പിടിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനെ പറയുകയാണ് അവൻ എങ്ങനെ പിടിക്കാൻ, അവൻ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദർശേട്ടന് ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും, സംശയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നിങ്ങനെ നയന പറയേ. അന്നേരം പറയും എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്, ജയേട്ടനും ചിലപ്പോൾ എന്നെ സംശയിച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛനും മകനും കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കള്ളക്കളികളെല്ലാം പൊളിയും എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവേന പറയുകയാണ് അവരറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മോളെ, കാരണം കുറേ നാളുകളായില്ലേ ഈ കള്ളക്കളികളും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ദേവയാനി പറയുന്നുണ്ട് മോള് ആശുപത്രി വന്നപ്പോൾ പോലും കൂടി ആദർശിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ഞാൻ മോളിനെ ആട്ടി പായിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അവർക്കും മറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് മോളെ എങ്ങനെ അംഗീകരിക്കുന്നതെന്ന് ചോദിക്കുകയെ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അമ്മേ ഇതൊക്കെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേന് പറയാണ് പിടിക്കപ്പെടുകയാണെങ്കിൽ അങ്ങ് പിടിക്കപ്പെടട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ജേട്ടനും മുത്തശ്ശനും ഒക്കെ പറയുന്നുണ്ട് നിന്റെ പിടിവാശി കളഞ്ഞിട്ട് നയനമോളെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പതിയെ പതിയെ എൻ്റെ സ്വഭാവം അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ എന്നിങ്ങനെയും ദേവയാനി പറയുന്നുണ്ട്.
അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ഇത് മോള് തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും കേട്ടോ. അപ്പൊ നായന് ചോദിക്കുക അതെന്ത് സിറ്റുവേഷനോ, അതെന്താ ഞാൻ ചെയ്യേണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഏതൊരു അമ്മായിയമ്മയും വീട്ടുകാരും എല്ലാം സ്നേഹിക്കുന്ന ഒരു സമയം വരും. ആ സമയം എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു പേരക്കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മോള് അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചെയ്തു തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് ഞാൻ മോളിനെ പതിയെ സ്നേഹിച്ചു തുടങ്ങിക്കോളാം എന്നിങ്ങനെ പറയുവാണേ. അപ്പൊ നയന ഇങ്ങനെ പറയേ എന്താ അമ്മയെന്ന് നിങ്ങൾ ചോദിക്കും കേട്ടോ. ഈ ഞാൻ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു തരാൻ നോക്കുമെന്ന് പറയും കേട്ടോ. എന്നിട്ട് അവർ രണ്ടാളും കൂടെ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കിനും ദേവയാനി പറയും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓടുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നാൾ ഓടി കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് അണയ്ക്കുവാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നയന് പറയുന്നുണ്ട് അന്നപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് പണ്ടൊക്കെ നിന്നെ കാണുന്നത് ദേഷ്യമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നതും നടക്കുന്നതും ഓടുന്നതും എല്ലാം ഞാൻ ആസ്വദിക്കുകയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ മോള് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടാണ് ഇങ്ങനെ ദേവേനെ പറയുക. അപ്പോൾ നയന പറയും എനിക്കും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോലും കൂടെ പോകാനായിട്ട് എനിക്ക് തോന്നാറില്ല, ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥ തുറന്ന് മുത്തശ്ശി ഇങ്ങനെ ചായയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ പതിയെ എണീച്ച് വരിക. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇന്ന് കണി കാണുന്നത് എന്നെയാണ്, ഭാര്യനെ അല്ലെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ് എൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ ഞാൻ കണി കാണുന്നത് മുത്തശ്ശിയെ തന്നെ അല്ലായിരുന്നോ, അത് ഐശ്വര്യം തന്നെയാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. നിങ്ങൾക്കിങ്ങനെ ചായ മേടിച്ച് ഇട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ എണീച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്കിനും പറഞ്ഞു നയന എന്ത് ചെയ്യും ചോദിച്ചു കേട്ടോ. അപ്പം മുത്തശ്ശി പറയുകയാണ് നയന ഓടാനായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ ആദ്യം അമ്മായിയമ്മ പോയിട്ടുണ്ട്, പിന്നാലെയാണ് നയനയും പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അവൾ ഓടാൻ പോവുകയാണെങ്കിൽ എന്നോട് പറയേണ്ടതാണല്ലോ, എന്നോട് പറയാതെയാണോ പോയത്? അമ്മയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. അമ്മ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താണോ എന്തോ എന്നിങ്ങനെ മുത്തശ്ശിയും പറയുവേ. ഇനിയിപ്പോൾ അവർ രണ്ടാളും കൂടെ ഒന്നിക്കാനാണെങ്കിൽ ഒന്നിക്കട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. ശരിയാ മുത്തശ്ശി, അവരൊന്നിക്കുവാണെങ്കിൽ അങ്ങനെ ഒന്നിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ടേ. നയനയ്ക്ക് അപ്പോഴും അമ്മയോട് ദേഷ്യമൊന്നും ഇല്ല, അമ്മയ്ക്കല്ലേ ദേഷ്യം എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അവൾക്ക് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് പണയം വെക്കാൻ അവൾ റെഡിയാണ്. പിന്നെ ഇവിടെ തിരുത്തേണ്ടത് അമ്മയാണ്. ഒരു മോനായ എന്നെ കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. നിങ്ങൾക്കാർക്കും സാധിക്കാത്തത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുവേ. അപ്പം മുത്തശ്ശി പറയുകയാണ് കഴിയും, മക്കൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് നയനമോളെ ദേവയാനി വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നത്. ഇപ്പം നീ വിഷമിക്കും എന്ന് കരുതിയിട്ടാണ് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോന്നോരോന്നും ദേവയാനി ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാം സാവകാശം ശരിയാവട്ടെ മുത്തശ്ശി. ഇപ്പോഴാണെങ്കിൽ നയനെ വീട്ടിൽ പോകണമെന്ന് പറയുന്നുമില്ല, അതുപോലെ തന്നെ ദേവയാനി പൊയ്ക്കോളാൻ പറയുന്നുമില്ല. അപ്പോൾ എല്ലാം സാവകാശം എല്ലാം റെഡിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾ മുത്തശ്ശിക്കും മുത്തശ്ശനും ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും ഒക്കെ ഉണ്ട്. ഇനി എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് സന്തോഷിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് എൻ്റെ മരുമകൾ രണ്ടുപേരും വെളിയിലോട്ട് ഒന്നിച്ചു പോകുന്നതും അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും ഒക്കെ. മുത്തശ്ശൻ്റെ കാര്യമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ വേറെ ഇന്നൊരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങളുടെ കൊച്ചുമക്കൾ ലാളിക്കുക എന്നുള്ളതും കൂടിയാണ്. നിന്റെ മുത്തശ്ശനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ചിട്ടയുള്ള മനുഷ്യനായിരുന്നു. രാത്രി 10 മണിയായി പോയി കഴിഞ്ഞാൽ പോലും കൂടെ അച്ഛനും ജയേട്ടനും ഒന്നും വരാൻ കൂടെ സമ്മതിക്കത്തില്ലായിരുന്നു. നല്ല ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് മുത്തശ്ശൻ ഈ ഒരു തറവാട്ടിനെ നോക്കിക്കൊണ്ട് നടന്നത്. ആ ആളിപ്പോൾ നിങ്ങളെയൊക്കെ ചില സമയത്ത് ഭയപ്പെടുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയെ. അപ്പോൾ ആദർശ് ചോദിക്കേ മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മോനെ, പ്രായമായി കഴിയുമ്പം മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്താതെ വരുമ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഭയമൊക്കെ ഉണ്ടാവും. പുറമെ എത്ര ഗാംഭീര്യം കാണിച്ചെന്നാലും വയസ്സാകും തോറും ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടാവും. നമ്മൾ ആശ്രയിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള തോന്നൽ. അവിടെ മുത്തച്ഛന് ഇവിടെ കയറി വന്ന എല്ലാ മരുമക്കളെ കഴിഞ്ഞും കൂടുതൽ സ്നേഹം നയനമോളോടുണ്ട് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആദർശിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇത് പറയുമ്പോൾ നിനക്ക് വിഷമമൊന്നും തോന്നരുത് കേട്ടോ.
സ്വന്തം മക്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കഴിഞ്ഞും കൂടുതൽ സ്വന്തം കൊച്ചുമക്കളെ ഇഷ്ടപ്പെടുന്നതിലേക്കഴിഞ്ഞും കൂടുതലായിട്ട് ഇപ്പോൾ മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നയനമോളെയാ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇത്രയും നല്ല ഒരു മോളെ തന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ആദർശ് ചോദിക്കുക, അപ്പം മുത്തശ്ശിയും ചോദിക്കുക. ആ അപ്പം ചിരിച്ചുകൊണ്ട് പറയും, ആ എൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലൊരു തങ്കക്കുടത്തിനെ എവിടെ കാണാൻ കഴിയും എന്നിങ്ങനെ മുത്തശ്ശി ആദർശിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ആ നീ കൊള്ളാലോടി ഭാര്യയെ, നീ കുതിക്കുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഭാര്യ നടക്കാൻ പോയി, പിന്നാലെ അമ്മയും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മുടെ ദേവയാനെയും നയനെയാണ് കാണിക്കുന്നത് കേട്ടോ. അവരിങ്ങനെ ഇരിക്കുവരുന്നേ. ഇനി ഇരുന്നത് മതി, നമുക്ക് ഇത്രയും നേരം നടക്കാന്ന് പറയും കേട്ടോ. അപ്പൊ ഇങ്ങനെ നടക്കാനായിട്ട് ഒരുങ്ങി കുറച്ച് 2 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ വെളിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് വരുന്നുണ്ട്. അമ്മ ആദർശമായിട്ടും വരുന്നു. അപ്പൊ ഞാൻ പോവുകയാണേന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പൊ ദേവയാനി ആദർശ് അപ്പത്തേക്കിനും അടുത്ത് വന്നു കേട്ടോ. നീ നടക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പൊ ആദർശ് പറയുകയാണ്, എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭാര്യയും ഇങ്ങോട്ടേക്ക് നടക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് നിങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ച് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അത് ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അവള് വരുവാന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പരിസരത്തോട്ട് വരത്തേ ഇല്ലായിരുന്നു. അവളെ ഇവിടെങ്ങും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോകാൻ പാടുണ്ടോ? എന്നോട് വൈകുന്നേരം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കൂടെ രാവിലെ ഇറങ്ങി വരുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല മോനെ. നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി കാറിൽ ദാനമായി തന്നതുകൊണ്ട് ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇപ്പം ആ പെൺകുട്ടിയെ പറ്റി ചോദിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ചോദിച്ചിട്ട് എന്താ പ്രയോജനം, നിങ്ങൾ ആരും ആ പെൺകുട്ടിയെ പറ്റിയിട്ട് പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ദേവയാനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇവള് മോൾ എവിടെ പോയോ എന്തോ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി തപ്പുന്നതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ കുറേ ദൂരം ഓടിയതാണ്, ഞാൻ വിശ്രമിച്ചതുമാണ്, ഇനി എനിക്ക് ഓടാൻ പറ്റത്തില്ല, ഞാൻ പോവാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ആദർശ് പറയും, അങ്ങനെ വേണ്ട, ഏതൊക്കെയാലും അമ്മ വന്നതല്ലേ, ഇനി നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ച് പോകാം എന്നിങ്ങനെ പറയുക. അതിനുശേഷം ഇടയ്ക്ക് പറയുന്നുണ്ട്, നയന ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. ഇത് നയന വരുന്ന പ്ലേസ് ആണ്, അപ്പോൾ കാണുന്നില്ല എന്ന് പറയുക. അപ്പോഴത്തേക്കിനും പറയും, ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദർശും ദേവയാനും കൂടെ കാറിൽ ഇങ്ങനെ വരിക കേട്ടോ. അപ്പോഴത്തേക്കിനെ ദേവേനെ ഇടയ്ക്ക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മോളെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അമ്മ അത് അവളല്ലേന്ന് ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുക. അത് അവളാണോ എന്നിങ്ങനെ ചോദിക്കും. അമ്മയ്ക്ക് എന്താ അവളെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയും, ശരിയാ, അത് അവളാണെന്ന് തോന്നുന്നു എന്ന് പറയും കേട്ടോ. പാവം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരുപാട് ദൂരം നടന്ന് കാണുമല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് കാർ കൊണ്ടുവന്ന് നമ്മുടെ നയനയുടെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ആദർശ് ഇങ്ങനെ ചോദിക്കുക, നീ എന്താ ഗ്രൗണ്ടിൽ നടക്കാതെ റോഡ് വഴി നടക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരം പറയും, ഗ്രൗണ്ടിൽ ചെന്നതാണ് എന്ന് പറയുക. എന്നത്തേക്കിനും ആദർശ് ചോദിക്കുക, അപ്പോഴായിരിക്കും അമ്മയെ കണ്ടത്, എന്നിട്ട് നീ ഇവിടെ ഇതിലേ വരുന്ന നടക്കുമായിരിക്കും എന്നല്ലേ എന്ന് ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ദേവയാനി ഇങ്ങനെ പറയുക, അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ സാധിച്ചു എന്നൊക്കെ പറയും കേട്ടോ. ഏതൊക്കെയാലും നീ വണ്ടിയിലോട്ട് കയറി എന്നിങ്ങനെ പറയും. അപ്പൊ നയന പറയുവാണേ, വേണ്ട ആദർശേട്ടാ, ഏതൊക്കെയാലും നടക്കാനായിട്ട് ഇറങ്ങിയതല്ലേ, ഇനി നടന്നിട്ട് വരാന്ന് പറയും. അപ്പൊ ആദർശ് പറയും, വേണ്ട നീ നന്നായിട്ട് വേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വണ്ടിയിലോട്ട് കയറാൻ പറയുവേ. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരണമെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ടിലാണല്ലോ ദേവയാനി ഇരിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണെ, അയ്യോ ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, അമ്മ അവിടെ തന്നെ ഇരുന്നോ, ഞാൻ പുറകിലിരുന്നോളാന്ന് പറഞ്ഞ് പുറകിലോട്ട് കയറുവേ. ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപോലെ ചിന്തിക്കുവാണ്, ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുത്ത് തുടങ്ങിയോ എന്നിങ്ങനെ ആശങ്കയോട് കൂടിയിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നയന പറയുകയാണ്, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നാലെ വന്നതാണെന്ന് ഇങ്ങനെ പറയുവേ. പിന്നെ അമ്മ ഗ്രൗണ്ടിൽ നടക്കുന്ന കണ്ടപ്പം ഞാൻ അവിടുത്തെ മാറി നടന്നേ ഉള്ളൂ എന്നിങ്ങനെ നയന പറയും കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, എൻ്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ. ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കാത്തത് എന്നിങ്ങനെ നയന പറയും കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കിനെ ആദർശ് പറയുക, നമ്മൾ ഏതെങ്കിലും നടന്നതല്ലേ, ഇവിടെ തൊട്ടടുത്തൊരു വെജിറ്റബിൾ ജ്യൂസിന്റെ കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഒരു വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചിട്ട് പോകാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് വെജിറ്റബിൾ ജ്യൂസ് ഒന്നും വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിയാൽ മതി എന്നിങ്ങനെ ദേവയാനി പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുന്നത് കരളിന് നല്ലതാന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്നാൽ പിന്നെ നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറയും കേട്ടോ.
അപ്പോഴത്തേക്കിനും ഭാര്യയ്ക്കും നല്ലതാണ്, ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കരളിന് അമ്മയ്ക്കല്ലേ പ്രശ്നമുള്ളതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ദേവയാനി ഇങ്ങനെ പറയുകയാണ്, വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുന്നത് കരളിന് മാത്രമല്ല തലച്ചോറിനും നല്ലതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എന്തൊക്കെ പറഞ്ഞില്ല, ഇവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇതേ കണ്ടില്ലേ ഇരുന്ന് ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുവേ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ദേവയാനി നമ്മുടെ നയനെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഒരു ചിരിയൊക്കെ കാഴ്ചവെക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്